ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്രാമത്തിലെ എല്ലാവരാലും ഏറെ ബഹുമാനിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദയാനന്ദൻ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായി ദയാനന്ദൻ വാക്കുതർക്കമായി. ആളുകളുടെ മുന്നിൽ വെച്ച് സുഹൃത്ത് ദയാനന്ദനെ ഏറെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് മനസ്സ് നിറയെ കോപവും വേദനയും നിറഞ്ഞ ദയാനന്ദൻ അവിടെ നിന്ന് വീടിനടുത്തുള്ള വൃദ്ധനായ ഒരു മനുഷ്യന്റെ അടുക്കിലെത്തി. വൃദ്ധനോട് കാര്യങ്ങളെല്ലാം ദയാനന്ദൻ പറഞ്ഞു. എനിക്ക് അവനോട് പ്രതികാരം ചെയ്യണം. ആളുകളുടെ മുൻപിൽ വെച്ച് എന്നെ അപഹസിച്ച് അവനെ വെറുതെ വിട്ടുകൂടാ. എന്നെ പരിഹസിച്ചതുപോലെ നാട്ടുകാർ അവനെ പരിഹസിക്കുന്നതും എനിക്ക് കാണണം. ഇങ്ങനെ അവന്റെ ദേഷ്യമെല്ലാം വാക്കുകളിലൂടെ പുറത്തു വന്നു. എല്ലാം കേട്ട വൃദ്ധൻ പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യണ്ട, 1 വർഷം കഴിയട്ടെ, അതുവരെ ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം. ദയാനന്ദൻ സമ്മതിച്ചു. പോകാൻ നേരം വൃദ്ധൻ ഒരു വിത്തെടുത്ത് അയാൾക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇത് നിന്റെ വീടിന് മുമ്പിൽ നടുക. ആവശ്യത്തിന് വെള്ളവും വളവും പ്രകാശവും ഒക്കെ നൽകി നന്നായി പരിപാലിക്കുക. അയാൾ വൃദ്ധൻ പറഞ്ഞതനുസരിച്ച് വിത്ത് നട്ട് പ്രതികാരത്തിനായി കാത്തിരുന്നു. 1 വർഷം കഴിഞ്ഞു. നട്ട വിത്ത് വളർന്ന് വലിയൊരു ചെടിയായി മാറിയിരിക്കുന്നു. ദയാനന്ദൻ വീണ്ടും വൃദ്ധന്റെ അടുക്കിലെത്തി. കഴിഞ്ഞ വർഷം പറഞ്ഞ പ്രതികാരത്തെക്കുറിച്ച് ചോദിച്ചു. വൃദ്ധൻ പറഞ്ഞു, നീ എന്ന നട്ട വിത്തിന്റെ ആ ചെടി കൈകൊണ്ട് പറിച്ചു കളയുക. ദയാനന്ദൻ പറഞ്ഞു, അതെങ്ങനെ സാധിക്കും? ഇപ്പോൾ അതൊരു വലിയ ചെടിയായി മാറിയിരിക്കുന്നു. കൈകൊണ്ട് പറിച്ചാൽ അത് പോരില്ലാത്തവണ്ണം നന്നായി വേരോടിയിട്ടുണ്ട്. വൃദ്ധൻ പറഞ്ഞു, നിന്റെ കോപവും ഇതുപോലെയാണ്. പ്രശ്നങ്ങളുണ്ടായപ്പോൾ തന്നെ ഒരു വിത്ത് പോലെ നിനക്കത് ചവിട്ടി അരച്ച് കളയാമായിരുന്നു. പക്ഷേ അത് വേരോടുവാൻ തക്കവണ്ണം പരിപാലിച്ചാൽ ഒരിക്കലും അത് മനസ്സിൽ നിന്ന് പോവുകയില്ല. വേരോടിക്കഴിഞ്ഞാൽ നിന്റെ കോപം പ്രതികാരം ചെയ്ത് തീരുന്നതുമല്ല. ഏറ്റവും എളുപ്പം വേരോടെ അതിനെ പറിച്ചു കളയാൻ തക്കവണ്ണം ക്ഷമ നേടുക എന്നുള്ളതാണ്. ദേഷ്യവും പ്രതികാരവും ഒക്കെ മനസ്സിൽ ഉടലെടുക്കുമ്പോൾ തന്നെ അവയെ ഇല്ലായ്മ ചെയ്യുക എന്നതേറെ പ്രധാനമാണ്. മനസ്സിൽ അവയെ കൂട്ടിവെച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും വളവും നൽകി വളർത്തിയാൽ പിന്നെ ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാത്ത വിധം അത് മനസ്സിൽ വേരോടും. അത് നമ്മുടെ സ്വഭാവത്തെയും ബന്ധങ്ങളെയും നമ്മുടെ ജീവനെ തന്നെയും നശിപ്പിക്കും. അതുകൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹായുടെ വാക്കുകൾ ഏറെ ശ്രദ്ധയോടെ ജീവിതത്തിൽ പാലിക്കേണ്ടിയിരിക്കുന്നു. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. എഫേസ്യർ 4:26. കോപം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഒരപേക്ഷയും കൂടാതെ വെള്ളവും വളവും നൽകി അവയെ പരിപാലിക്കുവാൻ സാത്താൻ നമ്മുടെ പിന്നാലെയുണ്ട് എന്നത് മറക്കരുത്. സാത്താന്റെ വിത്ത് വളരാനുള്ള ഇടമല്ല, മറിച്ച് പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലമാണ് നമ്മുടെ മനസ്സ് എന്നത് മറക്കരുത്. അനാവശ്യമായ വിത്തുകളെ പിഴിഞ്ഞെറിഞ്ഞ് ദൈവാത്മാവിനെ ഉള്ളിൽ സ്വീകരിക്കുന്നവരായി തീരാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മമണാളന്റെ വരവിൽ മധ്യാകാശേ മൃതരാം വിശുദ്ധന്മാരെ, ജീവനോടിരിക്കും വിശുദ്ധരോടൊത്ത് എത്തിക്കും ഉയിർപ്പിൻ പ്രഭോ. എത്തിക്കണേ കാന്തൻ സന്നിധൗ, അടിയനെ എത്തിക്കണേ കാന്തൻ സന്നിധൗ. വിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ, എഴുന്നള്ളേണമേ. മൺമയമാകുമെൻ മർത്യ ശരീരത്തിൽ തിരുശക്തി പകരണമേ. തവ സൗഖ്യം നൽകണമേ.